വൈക്കം സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി സണ്ണി എം കബിക്കാട്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് വാഗ്ദാനം ചെയ്തിട്ടും സീറ്റ് തനിക്ക് നൽകിയില്ലെന്ന് ന്യൂസ് മലയാളത്തോട് തുറന്നടിച്ചു. 18 പാർട്ടികളുടെ യോഗത്തിൽ വി ഡി സതീശൻ സീറ്റ് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അത് പാലിക്കപ്പെടാതിരുന്നു എന്നത് വി ഡി സതീശൻ വിശദീകരിക്കണമെന്നും കബിക്കാട് ആവശ്യപ്പെട്ടു. സണ്ണി എം കബിക്കാടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് താങ്കളുടെ പേര് ഉയർന്നു കേൾക്കുകയും അതിനെ UDFിൻ്റെ ഭാഗമായി ഉയർന്നു കേട്ട ഘട്ടത്തിൽ താങ്കൾ അതിനെ അനുകൂലമായ സമീപനം സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത്. എന്താണ് പ്രാഥമികമായ പ്രതികരണം? അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം ഈ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾ പോയി, ഞാനോ എൻ്റെ സംഘടനയോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോ പോയി സംസാരിച്ചുറപ്പിച്ചതല്ല, മറിച്ചൊരു സംഭാഷണത്തിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശമാണ്. 18ഓളം സംഘടനകളുടെ സാന്നിധ്യത്തിലാണ് വൈക്കം നിയോജക മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിക്കുന്നു. ഈ ഘട്ടത്തിൽ നേരിട്ട് ചോദിക്കുകയാണ്, ഏത് നേതാവായിരുന്നു ഈ ഉറപ്പ് നൽകിയിരുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിന് അനുകൂലമായ പ്രതികരണമെല്ലാം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉറപ്പ് നൽകിയത് ഏത് നേതാവായിരുന്നു? പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. എനിക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് മാത്രമേ ഞാനിത് സംസാരിച്ചിട്ടുള്ളൂ. വേറെ ഒരു നേതാവുമായി ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ നേതാക്കളെയും കണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് സ്ഥാനാർത്ഥിത്വമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ഇതിനകത്തുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സീറ്റ് പരിഗണിക്കാമെന്ന് പറയാം, പിന്നെ വേണ്ടെന്നങ്ങ് വെക്കുക. ഇതൊരു അധികാരപ്രയോഗമാണ്. ആ അധികാരപ്രയോഗത്തെ അംഗീകരിച്ചു കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്തരമൊരു ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്ഥാനാർത്ഥി നമ്മളവിടെ ചെന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കാവെന്ന് ചോദിച്ചതല്ലല്ലോ, ഒരു സംഭാഷണത്തിൽ വന്നൊരു നിർദ്ദേശമല്ലേ. ഞാൻ വിചാരിക്കുന്നത് ആ രാഷ്ട്രീയത്തിൽ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. കാരണം വാക്ക് പാലിക്കാതിരിക്കലും രാഷ്ട്രീയമാണ്. അപ്പോൾ ഒരുപക്ഷെ ആദ്യം എന്നോട് ഇത് ഓഫർ ചെയ്ത പ്രതിപക്ഷ നേതാവിന് അതിനകത്തുള്ള വ്യത്യസ്തമായ ഡിസ്കഷനിൽ ഉറപ്പിക്കാൻ പറ്റി കാണത്തില്ല എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യം, ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നൊരു കാര്യം. എനിക്കത് മനസ്സിലാകാത്ത കാര്യമാണ്. ഗാന്ധി വിമർശനാതീതനായ മനുഷ്യനല്ല, നമുക്ക് വിമർശിക്കാം. ഞാൻ വിമർശിച്ചത് യുക്തിഭദ്രമല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കോ അതിൻ്റെ അനുഭാവികൾക്കോ എന്നോട് സൂചിപ്പിക്കാം. നിങ്ങൾ പറയുന്ന യുക്തിഭദ്രമല്ല, വസ്തുതയ്ക്ക് നിരക്കുന്നില്ല, ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന്. 18 സംഘടനകളുടെ മുമ്പിലാണ് ഈ പ്രഖ്യാപനമെന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ സംഘടനകളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എങ്ങനെയായിരിക്കും ഈ കാര്യത്തിലുള്ളത്? ഇന്ന് ഞങ്ങൾ കൂടിയിട്ട് തീരുമാനിച്ചു. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി, ഈ കാര്യത്തിൽ ഏതെങ്കിലും പ്രാദേശിക എതിർപ്പുകളൊന്നും അല്ലാതെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ താങ്കൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരിക്കാൻ പ്രവർത്തിച്ചു എന്ന് കരുതുന്നുണ്ടോ? പൊളിറ്റിക്സിൽ പുറത്ത് പറയരുതാത്തൊരു കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങളും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അതല്ലാതെ വെറുതെ ചെന്ന് ഇടപെടുമല്ലോ. ആരാണ്, എവിടെയാണ്, എന്താണ്, അതൊന്നും നമ്മൾ തുറന്ന് പറയരുതാത്തൊരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാണെങ്കിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സണ്ണി എം കബിക്കാടാണ് നമ്മളോട് നിലപാട് വ്യക്തമാക്കിയത്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.